വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇനി നമ്മൾ വന്നിട്ടുണ്ട് ചപ്പാത്തിക്ക് പറ്റിയ കറികളായിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പൊട്ടറ്റയും പാലൊക്കെ കൂടിയിട്ട് റോസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു 3 പൊട്ടാറ്റോ എടുക്കാം കേട്ടോ. എൻ്റെ മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവൾക്ക് പറ്റാത്ത കാരണം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ തൊടിയൊക്കെ മാറ്റുക, ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ബൗളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ടെടുക്കാം. ചപ്പാത്തിക്ക് അടിപൊളി കറി കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കണമെന്നുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അത് കാരണമുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ചെറിയ ജീരകമില്ലേ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല, അത് കാരണം കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആയിട്ട് കൊടുക്കുക. പിന്നെ കടുകിട്ട് കൊടുക്കുക. നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവോള നമുക്ക് ചേർത്ത് കൊടുക്കുക. സവോള ഒരു 2 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 4 വെളുത്തുള്ളിയും ഇട്ട് പേസ്റ്റാക്കിയിട്ട് അത് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. പേസ്റ്റാക്കിയിട്ടില്ല, മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക, സോട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കണേ. ഒരു വലിയ തക്കാളി കേട്ടോ, ഒരെണ്ണം ചേർത്ത് എടുത്തിട്ടുണ്ട്. ചെറുതെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പാലക്കും പിന്നെ പൊട്ടാറ്റോയും നല്ല കോമ്പിനേഷൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചപ്പാത്തിൻ്റെ കൂടെ. ഇനി ലഡ്ഡു വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ശേഷം ലൈറ്റ് മാറ്റാക്കണ്ട, നമ്മൾ തക്കാളിയും സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടല്ലേ, അത് നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പൊട്ടാറ്റോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. പിന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക്
ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ആ പൊട്ടറ്റോ വെന്ത് വന്നാൽ മതിയിട്ടാ. കണ്ട നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട അത് കുക്കായ ശേഷം നമുക്ക് നമ്മൾ പാലക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ടേസ്റ്റിനൊക്കെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് എടുക്കുക. 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടേ. ഇത്രയുള്ള കേട്ടോ, നമ്മൾ ആലു പാലക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കറി ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, വൈറ്റ് ചന മസാല കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കുക്കർ എടുക്കുക. അത് നമുക്ക് ആ ചന ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വരുമ്പോഴേക്കും നമുക്ക് കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കാം. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ സവാള നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അത് കാരണം കൊണ്ടാണ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുക ഇങ്ങനെയാകുമ്പോൾ. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവട്ടെ. ഇത് നമുക്ക് രാത്രി ഉണ്ടാക്കിൽ മക്കൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു തക്കാളി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കുറവാണ് മുളക് പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പച്ചമണം മാറുമ്പോഴത്തേക്കും ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ കൂടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒന്ന് കടലിട്ട് കൊടുത്ത ശേഷം ഒന്ന് തിളച്ചിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണേ. കണ്ട ആ ചൂടുവെള്ളം ഉണ്ടാവില്ലേ, അത് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കണ്ട ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് നടുവിലേക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വയ്ക്കുക. ഇത്രയല്ല കേട്ടോ.
നമ്മളെ അടിപൊളി ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവിൻ്റെ കൂടിയിട്ട് തന്നെ ഓഫാക്കി വെക്കുക. അത് തിക്കാവും കേട്ടോ. കണ്ട, ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ടേസ്റ്റ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് എടുക്കുക. എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയാൽ മതിട്ടാ. ശരിയാവും. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.